BJP അധികാരത്തിലെത്തിയാൽ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി നടപ്പാക്കിയ എല്ലാ ആനുകൂല്യങ്ങളും റദ്ദാക്കുമെന്ന് ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. BJPയിൽ രക്ഷപ്പെടാൻ ദില്ലി ജനത ഇത്തവണയും ആം ആദ്മിക്ക് വോട്ട് ചെയ്യണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടു. ദില്ലി ത്രിലോക്പുരിയിൽ നിന്ന് PR സുനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മൂന്നാം വരവിനായി ആവേശകരമായ പ്രചരണമാണ് ദില്ലിയിൽ ആം ആദ്മി പാർട്ടി നടത്തുന്നത്. പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചരണം ഇപ്പോൾ ത്രിലോക്പുരി മണ്ഡലത്തിൽ തുടരുകയാണ്. വലിയ വാഗ്ദാനങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ ജനങ്ങൾക്ക് നൽകുന്നത്. അധികാരത്തിലെത്തിയാൽ എല്ലാ മാസവും സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി 2100 രൂപ നൽകും. വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യം, വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്കും വൈദ്യുതിയും വെള്ളവും സൗജന്യം എന്നൊക്കെയുള്ള വലിയ വാഗ്ദാനങ്ങൾ അരവിന്ദ് കെജ്രിവാൾ നൽകുന്നു. ചേരി നിവാസികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള ഉറപ്പും അരവിന്ദ് കെജ്രിവാൾ നൽകുകയാണ്. ഏതായാലും ഒരുപാട് ആളുകളാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ദിവസത്തിൽ 3ഉം 4ഉം റാലികളാണ് ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നത്. ഏതായാലും ഇത്തവണയും അധികാര തുടർച്ച നേടാനാകും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി. 2013 കോൺഗ്രസ് പിന്തുണയോടെയായിരുന്നു ആം ആദ്മി പാർട്ടി ദില്ലിയിൽ അധികാരത്തിൽ വന്നതെങ്കിലും 2015 70-ൽ 67 സീറ്റും നേടി വലിയ മുന്നേറ്റം അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ നടത്തി. 2020-ലും 70-ൽ 62 സീറ്റ് നേടി വലിയ മുന്നേറ്റം ആം ആദ്മി പാർട്ടി സ്വന്തമാക്കി. ഏതായാലും ഇത്തവണ വലിയ രാഷ്ട്രീയമായ തിരിച്ചടികൾക്കിടയിലാണ് ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എങ്കിൽ പോലും ദില്ലിയിൽ അധികാര തുടർച്ച നേടും എന്ന ഉറച്ച വിശ്വാസം ആം ആദ്മി പാർട്ടിക്കുണ്ട്. बीजेपी वालों का काम है बोलना. आज इस जनसभा से आपको पता चल गया होगा कि जनता जो है केजरीवाल जी के साथ है और चौथी बार मुख्यमंत्री बनने जा रहे हैं केजरीवाल. अब तमाचा बीजेपी की साजिशों पर दीजिए, केजरीवाल के सिर पे दिल से हाथ फिर रख दीजिए. പാട്ടുപാടിയൊക്കെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചരണം പുരോഗമിക്കുന്നത്. ദില്ലിയിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചരണം വലിയ രാഷ്ട്രീയ പോരായി കൂടി മാറുകയാണ്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനിൽ, ഇൻ റിപ്പോർട്ടർ. PR സുനിലാണ് ആം ആദ്മി പാർട്ടിയുടെ ക്യാമ്പയിനിടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ പക്ഷേ ഇത്തവണ ആം ആദ്മി പാർട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടത്. BJP ശക്തമായ പ്രചരണ രംഗത്തുണ്ട്. കോൺഗ്രസ് എന്തെങ്കിലും ചില സീറ്റുകൾ നേടാനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതാണ്. കടുത്ത പോരാട്ടമാണ് ദില്ലിയിൽ നടക്കുന്നത് എന്നത് വ്യക്തവുമാണ്.